ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഡസ്കി സ്കിൻ ടോൺ പറ്റുന്ന കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷന്റെ റിവ്യൂ ആയിട്ടാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നതില് ന്യൂഡ് ഷെയ്ഡ് ഉണ്ട്, ബ്രൈറ്റ് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഇതില് പിങ്ക്, മെറൂണ്, ബ്രൗണ് അങ്ങനെ അതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇന്ന് ഇവിടെ കാണിക്കുന്ന ലിപ്സ്റ്റിക് എല്ലാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത്രയും ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഓരോന്നായിട്ട് സ്വച്ച് ചെയ്യാം. ആദ്യം ഞാൻ ലിപ്സ്റ്റിക്സ് എല്ലാം എൻ്റെ കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞ് ലിപ്പിലേക്ക് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് വൺ വന്ന് മമാഅർത്തിന്റെ 04 സിനമൺ നൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണേ. ഇത് വന്ന് പിങ്ക് ആൻഡ് ബ്രൗൺ മിക്സ് ആണ് കേട്ടോ. ഒരു മാവ് ഷെയ്ഡില്ലേ, എനിക്കിത് നൂഡായിട്ടാണ് വർക്ക് ആവുന്നത്. ഇതാ ഇങ്ങനൊരു ഷെയ്ഡാണേ. ഇതെനിക്ക് ലിപ് ലൈനർ ഇല്ലാതെയും ലിപ് ലൈനർ ഇട്ടും വർക്ക് ആവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ലിപ് ലൈനർ ഇടുമ്പോൾ ഒന്നുകൂടെ ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. ലിപ് ലൈനർ ഇല്ലാതെ ഇടുമ്പോഴത്തേക്കും തീർത്തൊരു നൂഡായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അടുത്തത് വന്ന് മമാഅർത്തിന്റെ തന്നെ കാർണേഷൻ നൂഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. 01 ആണ്. ഇതാ ഇങ്ങനൊരു ഷെയ്ഡാണ്. സ്കിൻ ഒന്ന് ബ്രൈറ്റ് ചെയ്യുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതും എനിക്ക് ലിപ് ലൈനർ ഇട്ടും ലിപ് ലൈനർ ഇടാതെയും വർക്ക് ആവുന്നുണ്ട്. പക്ഷെ കൂടുതൽ എനിക്കിഷ്ടം ലിപ് ലൈനർ ഇട്ടിടാനാണ് കേട്ടോ. ഇല്ലാതെ ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. ലിപ് ലൈനർ ഇടുമ്പോൾ നല്ല സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആക്കുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ചിലർക്ക് പിങ്ക് ഷെയ്ഡ് ഇഷ്ടം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് ഇത്. പിന്നെ ഈ മമാഅർത്തിന്റെ ഈ ലിപ്സ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വന്ന് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. പക്ഷെ എന്നാലും അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് ചുണ്ട് അങ്ങനെ ഡ്രൈ ആക്കുന്ന ഇഷ്യൂ ഇല്ല. പിന്നെ എന്താ പറയാ, ഡ്രൈ ആക്കുക അങ്ങനെ ഒന്നുമില്ല, പൊട്ടുന്ന ഇഷ്യൂ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ചുണ്ട് ഹൈഡ്രേഷൻ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഫുഡും ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മളിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പോകും എന്നും പറഞ്ഞാൽ തീർത്ത് പോകുന്നില്ല. ആ ഷെയ്ഡ് നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവും. ഞാൻ ഡെയിലി യൂസിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് ഇത്. നമ്മുടെ ചുണ്ട് ഡ്രൈ ആക്കും അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. എന്നാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. റീഅപ്ലൈ എളുപ്പമാണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ പോയാലും അത് തീർത്തും പോകുന്നില്ല. നമ്മുടെ ചുണ്ടിൽ അതിന്റെ ഒരു സ്റ്റെയിൻ എങ്കിലും ഉണ്ടാവും കേട്ടോ. ഇട്ടിട്ടുണ്ടെന്നൊരു ഇതുണ്ടാവും, ഒരു സ്റ്റെയിൻ എങ്കിലും നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവും. ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു ലിപ്സ്റ്റിക് കളക്ഷൻ ആണ് കേട്ടോ ഈ മമാഅർത്തിന്റെ ഈ വേരിയന്റ് ഒക്കെ. ഇതിൽ വിറ്റാമിൻ ഇയും അവക്കോഡോ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചുണ്ട് ഹൈഡ്രേഷൻ ആയിട്ട് നിർത്തും. അങ്ങനെ ഡ്രൈ ആക്കുകയൊന്നുമില്ല. ഡെയിലി നമ്മൾ യൂസ് ചെയ്താൽ തന്നെയും നമ്മുടെ ചുണ്ടിന് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. തീർത്ത് ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് മമാഅർത്തിന്റെ ഈ റേഞ്ച് വളരെ ഇഷ്ടമുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് റേഞ്ച്. നെക്സ്റ്റ് വന്ന് മമാഅർത്തിന്റെ സോഫ്റ്റ് മാറ്റി മോയ്സ്ചർ ലിപ്സ്റ്റിക് ആണ്. നമ്മൾ നേരത്തെ കാണിച്ച മോയ്സ്ചർ മാറ്റി ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് പോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു ചുണ്ടിന് ഹൈഡ്രേഷൻ ഒക്കെ കിട്ടുന്ന, ഇതിലെല്ലാം വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതി ചുണ്ടിൽ ഹൈഡ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 4-5 മണിക്കൂർ നല്ല രീതിയിൽ ലോങ് സ്റ്റേ ഒക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചാൽ കുറച്ചൊക്കെ പോകും ചുണ്ടിൽ നിന്ന്, എന്നാലും സ്റ്റെയിൻ അവിടെ ഉണ്ടാവും. ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ. ഇത് വന്ന് 01 മോക്ക ബ്രൗൺ ആണ് കേട്ടോ. ഇത് ഇങ്ങനൊരു ബ്രൗൺ ഷെയ്ഡ് ആണേ. ഇതാ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ആപ്ലിക്കേഷൻ ഒക്കെ ഈസി ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗ്ലൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. അത് നേരത്തെ കാണിച്ചതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് വന്ന് ഏകദേശം ഒരു ഷെയ്ഡ് പറയുകയാണെങ്കിൽ വെറ്റ് ആൻഡ് വേൾഡിന്റെ ഗിവ് മീ മോക്ക ആ ഒരു ഷെയ്ഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡാണേ. അതുപോലൊക്കെ തന്നെയെന്ന് പറയാം. ഇതും ഒരു എനിക്ക് പക്ക ഒരു നൂഡായിട്ടാണ് കേട്ടോ വർക്ക് ആവുന്നത്. ലിപ് ലൈനർ ഇട്ടിട്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആവുമെങ്കിലും ഒരു നൂഡായിട്ട് തന്നെ എനിക്കിത് വർക്ക് ആവുന്നത് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ 4-5 മണിക്കൂർ ലോങ് സ്റ്റേ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ചുണ്ടിൽ നിന്ന് പോകും. എന്നാലും അതിന്റെ സ്റ്റെയിൻ അവിടെ ഉണ്ടാവുകയും നല്ല രീതിയിൽ ചുണ്ട് സോഫ്റ്റ് ആയിട്ട് നിലനിർത്തും. പിന്നെ റീഅപ്ലൈ ഒക്കെ എളുപ്പമാണ്. ഡെയിലി വെയർ എന്ന രീതിയിൽ മറ്റതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇതും കേട്ടോ. അടുത്തത് വന്ന് മെബ്ലിൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ മാറ്റി ഇങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. വന്ന ഷെയ്ഡ് വന്ന ആമസോണിയൻ ആണ്. 70 ആമസോണിയൻ മിക്കവരുടെ കയ്യിലുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇതിന് ഇങ്ങനൊരു അപ്ലിക്കേറ്റർ ഒക്കെയാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനൊരു ഷെയ്ഡാണ്. ഇത് വന്ന എനിക്കിത് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലാണ് തോന്നുന്നത്.
തീർത്ത് ലൈറ്റ് ആണ്. എനിക്കിത് ന്യൂഡായിട്ടാണ് കേട്ടോ വർക്ക് ആവുന്നത്. എനിക്കിത് ചുണ്ടിൽ ഇടുകയാണെങ്കിൽ, ഇത് മാത്രമായിട്ട് ഇടുകയാണെങ്കിൽ വാഷ് ഔട്ട് ആവും. ഒരു ലിപ് ലൈനർ ഇട്ട് ഇടുമ്പോഴാണ് ഇതെനിക്ക് സ്യൂട്ട് ആവുന്നത്. ലിപ് ലൈനർ ഇട്ട് ഇടുമ്പോൾ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ലിപ് ലൈനർ ഇല്ലാതെ ഇടുമ്പോൾ എനിക്ക് തീർത്തും ഇത് വാഷ് ഔട്ട് ആവും കേട്ടോ. എന്നാലും നല്ല രീതിയിൽ ലിപ് ലൈനർ ഒക്കെ ഇട്ടിട്ടാൽ നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ലോങ് സ്റ്റേ എന്ന് പറയുന്നത്, എനിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് പേര് ഇത് ഒരുപാട് ലോങ് സ്റ്റേ ആണെന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. പക്ഷെ എനിക്കിത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണെന്നറിയുമോ, നമ്മൾ കുറെ നേരം ലോങ് സ്റ്റേ ഉണ്ട് കേട്ടോ, കുറെ നേരം നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കിത് ഉള്ളിൽ നിന്ന് പോകാൻ തുടങ്ങും. അതായത് നമ്മുടെ ഇവിടെ ഈ ഭാഗമില്ലേ, എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഉള്ളിൽ നിന്ന് പോകും, പിരിവിരാന്നങ്ങ് ഇളകി പോകുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ റീഅപ്ലൈ ചെയ്യാനായിട്ട് റീഅപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഉള്ളി ഇളകിപ്പോയ ഭാഗത്ത് പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്കും എനിക്ക് പിരിവിരാന്ന് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് ഈ ആമസോണിയൻ ഷെയ്ഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരെ തന്നെ വേറൊരു ഷെയ്ഡും കൂടെ എൻ്റെ കയ്യിലുണ്ട്, അതിൽ അങ്ങനെ എനിക്ക് തോന്നാറില്ല. പക്ഷേ ഈ ആമസോണിയൻ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇളകിപ്പോയിട്ട് ചെറിയ പിരിപിരാൻ തോന്നാറുണ്ട്. അത്യാവശ്യം ലോങ് സ്റ്റേ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ പോകുന്നുള്ളൂ. പോകുമ്പോഴത്തേക്കും പുറമേയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്, ഉള്ളിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ ഇളകി പോകുന്ന പോലെ കേട്ടോ തോന്നുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ റീഅപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇട്ടതും ചുണ്ടിലുള്ളതും റീഅപ്ലൈ ചെയ്യുന്നതും രണ്ടും കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇളകി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഷെയ്ഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം. പിന്നെ അവരുടെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് റൂളർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു നല്ലൊരു പക്ക എന്താ പറയുക, ഒരു വൈൻ ഷെയ്ഡാണ്, പിങ്ക് ആൻഡ് വൈൻ ഷെയ്ഡാണ്. ഇത് കണ്ടോ, നല്ലൊരു ബ്രൈറ്റൻ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ്. ഇതെനിക്ക് ലിപ് ലൈനർ ഇട്ടും ഇല്ലാതെയും വർക്കാവുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് അല്ല കേട്ടോ ഇത്. ഇങ്ങനത്തെ അത്ര ഡാർക്ക് കളർ ഷെയ്ഡ് ഇഷ്ടമില്ല. ഞാനപ്പോൾ എനിക്ക് സ്യൂട്ട് ആവും എന്ന് കരുതി ഇച്ചിരി കൂടെ ഇതിലൊക്കെ കണ്ടപ്പം ഷെയ്ഡ് കണ്ടപ്പോഴത്തേക്ക് ഇച്ചിരി ലൈറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്കിത് സ്യൂട്ട് ആവും, മറ്റേ മമാർത്തിൻ്റെ ഞാൻ കാണിച്ച കാർണേഷനൂടെ ഒക്കെ പോലെ ആയിരിക്കും എന്ന് കരുതി ഞാൻ വാങ്ങിയതാ. പക്ഷെ കിട്ടിയപ്പോൾ ഇച്ചിരി ബ്രൈറ്റ് ആണ് കേട്ടോ. പക്ഷെ സ്യൂട്ട് ആവുന്നുണ്ട്, വാഷ് ഔട്ട് ആവുന്ന ഇഷ്യൂ ഒന്നുമില്ല. ഇതുപോലെ ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പിക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷെയ്ഡാണ്. പക്ഷെ എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. എനിക്കിത് ഇടുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമല്ല, അത്രയും ബ്രൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ല. കൂടുതലും എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം. പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഏതെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്ന മാഴ്സിന്റെ ആണ് കേട്ടോ. മാഴ്സിന്റെ എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് വന്ന് ദിയ കൃഷ്ണ വൈറലാക്കിയ ഷോ സ്റ്റോപ്പർ ആണ് കേട്ടോ. ഇത് പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കാണിച്ച ആമസോണിയൻ ആ ഷെയ്ഡൊക്കെ പോലെയാണ് കേട്ടോ എനിക്കിത് തോന്നുന്നത്. ഈ ഷെയ്ഡ് പോലെയാണ് ഈ ഷെയ്ഡ് എനിക്ക് തോന്നുന്നത്. ഇത് മാഴ്സിന്റെ ആണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്താ പറയുക, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു വെള്ളം കുടിച്ചാൽ പോലും ചുണ്ടി നിൽക്കുന്നില്ല, അപ്പം തന്നെ പോകും. പക്ഷെ തീർത്ത് ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതിൻ്റെ ആപ്ലിക്കേറ്റർ കണ്ടല്ലോ, ഇതാ ഇങ്ങനെ ഉണ്ടാവുക. നല്ലൊരു ആപ്ലിക്കേറ്റർ ഒക്കെയാണ്, അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. നല്ലൊരു വെൽവെറ്റി ഫിനിഷ് ഒക്കെയാണ്. പക്ഷെ ചുണ്ടിൽ ഒട്ടും തന്നെ നമുക്ക് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പോൾ എപ്പോഴും റീഅപ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് പിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ നല്ലൊരു, എനിക്ക് ഇത് ന്യൂഡായിട്ടാണ് കേട്ടോ വർക്ക് ആവുന്നത്. വാഷ് ഔട്ട് ആവുന്നില്ല. പക്ഷെ ലിപ് ലൈനർ ഇടുന്നതാണ് എനിക്കിഷ്ടം. ലിപ് ലൈനർ ഇല്ലാതെ ഇടുമ്പോൾ തീർത്ത് ചെറുതായിട്ടൊന്ന് വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല. ഇതിനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ആ ഒരു രീതിയിലാണ്, എന്റെ ചുണ്ടെന്ന രീതിയിലാട്ടോ ഇതെനിക്ക് ഈ ഷെയ്ഡ് എനിക്ക് വർക്ക് ആവുന്നത്. അവരുടെ എന്റെ കയ്യിലിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ 60 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതിന്റെ ടെക്സ്ചറും കാര്യങ്ങളും എല്ലാം നേരത്തെ കാണിച്ചതുപോലൊക്കെ തന്നെയാണ്. അത് തന്നെ സെയിം റേഞ്ചിലുള്ളതാണ്. ഷെയ്ഡ് വന്ന് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, ഒരു വൈൻ ഷെയ്ഡാണ്. ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഈ ഷെയ്ഡാണ്. ഞാൻ ഒരുപാട് തിക്കായിട്ടൊന്നും ഇട്ടിട്ടില്ല, ലൈറ്റാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഇത് പിഗ്മെന്റഡ് ലിപ്പിന് നല്ലതാണ് കേട്ടോ. ഒറ്റ സ്വൈപ്പിൽ തന്നെ പിന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്, നല്ല ഈസിലി ഗ്ലൈഡ് ആവുന്നുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ
ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇത് ഇച്ചിരി ലോങ് ലാസ്റ്റിംഗും കൂടെ ആക്കിയാൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഷെയ്ഡും നല്ലതാണ്, ലിപ്സ്റ്റിക്കും നല്ലതാണ്, പക്ഷെ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇത് നല്ലൊരു ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണ് പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഷെയ്ഡാണ്. നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആകുന്ന, ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആകുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കയ്യിൽ വരയ്ക്കുന്നതിലും ചുണ്ടിലിടുമ്പോഴാണ് ഇതൊന്നുകൂടെ നല്ലത് കേട്ടോ. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ആ ഷെയ്ഡാണ്. ഞാൻ ഒരുപാട് കട്ടിക്ക് ഇട്ടിട്ടില്ല, ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ഇച്ചിരി കൂടെ കട്ടിക്കൊക്കെ ഇട്ടാൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള നമുക്ക് ചേരുന്ന നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ. ഇതിന്റെ ഈ ഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് ലിപ് ലൈനർ ഇല്ലാതെ വാഷ് ഔട്ട് ആകാത്ത നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. പക്ഷെ ഒട്ടും തന്നെ ലോങ് ലാസ്റ്റിംഗ് ഇല്ല. ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് അറിയാൻ പറ്റും അവർക്ക് ലിപ് ഷെയ്ഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ട് നമുക്ക് ചേരുമെന്ന് ഓർത്ത് നമ്മൾ വാങ്ങും, പക്ഷെ കൈ കിട്ടിക്കഴിയുമ്പോൾ അതൊട്ടും തന്നെ നമുക്ക് സ്യൂട്ട് ആവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കിട്ടിയവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. ഞാനും ആ കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ. ചേരുമെന്ന് ഓർത്ത് പിക്ക് ചെയ്യും, പക്ഷെ കൈ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് ചേരില്ല, വാഷ് ഔട്ട് ആവും. പിന്നെ ലിപ് ലൈനർ വെച്ച് ഇപ്പൊ പിന്നെ ഏതൊരു ലിപ്സ്റ്റിക്ക് നമുക്ക് ഡാർക്ക് ലിപ് ലൈനർ വെച്ച് വർക്കാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഇതുപോലെ ഡാർക്ക് ലിപ് ലൈനറുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കൂടുതലും ഞാൻ ഉപയോഗിക്കുക മാഴ്സിന്റെ ആണ് കേട്ടോ. ഇതൊക്കെ 80 രൂപയ്ക്കേ ഉള്ളൂ. സ്കാൻഡിലസ് 04 എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതാ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുക. പിന്നെ ഇവർ തന്നെ ഒരു ബ്രൗൺ മോക്ക ഉണ്ട്, പിന്നെ വന്ന് ഡീപ് ഡാന്, അതൊക്കെ ഡാർക്ക് ലിപ് ലൈനർ ആണ്. അതൊക്കെ പിക്ക് ചെയ്യാവുന്നുള്ളൂ, അത് വെച്ച് ലൈൻ ചെയ്തിട്ട് ഇടാവുന്നുള്ളൂ. എനിക്ക് സ്യൂട്ട് ആവുന്ന ലിപ്സ്റ്റിക്ക് പോലും എനിക്ക് സ്യൂട്ട് ആവാറില്ല കേട്ടോ. കാരണം എൻ്റെ ഈ ചുണ്ടിന് ചുറ്റും, ചുണ്ടിലും പിഗ്മെന്റേഷൻ ഉണ്ട്, ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഏതിട്ടാലും നമുക്ക് ചേരാത്ത പോലെ തോന്നും. അതുകൊണ്ട് നല്ലൊരു ചുണ്ടിന് ഡിഫൈനും ആവും, നല്ല നമുക്ക് ചേരുകയും ചെയ്യും. അപ്പൊ നല്ലൊരു ലിപ് ലൈനർ വെച്ച് ഇതുപോലെ ഡാർക്ക് ലിപ് ലൈനർ വെച്ച് വരച്ചിട്ടാണ് ഞാൻ മിക്ക ലിപ്സ്റ്റിക്ക് ഇടുക കേട്ടോ. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ സ്യൂട്ടായി കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ ലിപ്സ്റ്റിക് എല്ലാം ഞാൻ എനിക്ക് ചേരുന്ന ലിപ്സ്റ്റിക്ക് പോലും അങ്ങനെ ഇടാറുള്ളത്. പക്ഷെ ഇതിപ്പോ ഞാൻ ലിപ് ലൈനർ വരയ്ക്കാണ്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു സ്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ. അടുത്തത് വന്ന് ലോറിയൽ പാരീസിന്റെ ലൈസി സൺഡേ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണേ. ഇതിന്റെ അപ്ലിക്കേറ്റർ വന്ന് ഇങ്ങനെ ഉണ്ടാവുക, അപ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ്. വന്ന് ഒരു പിങ്ക് ആൻഡ് ബ്രൗണിഷ് മിക്സ് ആണ് കേട്ടോ ഈ ഷെയ്ഡ്. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇവിടെ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് ഇങ്ങനൊരു ബ്രൗണിഷ് ഷെയ്ഡാണ് കേട്ടോ, പിങ്ക് മിക്സ് ബ്രൗണിഷ് ഷെയ്ഡാണ്. ഒരു വൈനൊക്കെ പോലെ തോന്നും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ട്. പക്ഷെ ഇതങ്ങ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും തീർത്തും നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറും കേട്ടോ. ഇതാണ് ഷെയ്ഡ്. ഇത് നല്ല രീതി അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, തീർത്ത് ലൈറ്റ് വെയിറ്റ് ആണ്. ചുണ്ടിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നൊരു ഫീലേ ഇല്ല. നല്ല ലോങ് ലാസ്റ്റിംഗും ആണ് കേട്ടോ. ഫുഡ് കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ ഒന്നും ഇത് പോവുകയില്ല. നല്ല രീതി സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. ഇത് വന്ന് എന്ത് ഒറിജിനൽ പ്രൈസ് വന്ന് 999 രൂപയാണ്. പിന്നെ ഓഫറിൽ നമുക്ക് 899 799 ആ റേറ്റിലാണ് കേട്ടോ കിട്ടുക. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് കാർട്ടിലിട്ട് ഇത് ബാക്കിയെല്ലാം ഞാൻ നേരത്തെ വാങ്ങിച്ചാണ് കേട്ടോ. അതിന്റെയൊക്കെ പ്രൈസ് പറയാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ എല്ലാത്തിന്റെ പ്രൈസ് മെൻഷൻ ചെയ്തേക്കാം. ഞാൻ മറന്നുപോയി, അതൊക്കെ കുറെ നാളായി വാങ്ങിച്ചിട്ട്. ഇത് വന്ന് ഞാൻ ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പൊ ഞാൻ സെയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ വാങ്ങാൻ വേണ്ടി. അപ്പം സെയിലിലും ഇതിന് നൈക്കയിലൊക്കെ എപ്പോഴും 799 രൂപ ആ പ്രൈസിൽ തന്നെ കേട്ടോ കിടക്കുന്നത്. എന്നിട്ട് കുറെ നാളെ മുന്നേ എനിക്ക് മിന്ത്രയിൽ നിന്ന് 599 രൂപയ്ക്ക് ഇത് കിട്ടി കേട്ടോ. കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 599 രൂപയ്ക്ക് ഇത് കിട്ടി. അപ്പൊ ഞാൻ അത് പിക്ക് ചെയ്യുകയും ചെയ്തു കേട്ടോ. എനിക്കിത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഡെയിലി വെയറിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യാറില്ല. പക്ഷെ ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് എനിക്ക് ഫംഗ്ഷന് പോകുമ്പോഴാണ് റീഅപ്ലൈ ബുദ്ധിമുട്ട്, അല്ലാത്തവർ റീഅപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല നമുക്ക്. അപ്പം നല്ല രീതി ഫുഡ് കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ ഒന്നും ഇത് പോകില്ല. നല്ല സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പ്രൈസ് കൊടുത്താലും വെർത്തായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. നമ്മളൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മുടെ ഷെയ്ഡിന് സ്യൂട്ട് ആവുന്ന ഒരു ലിപ്സ്റ്റിക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പിന്നെ ഇത് പറയാനുള്ളത് ഓൾ സ്കിൻ ടോണിന് പറ്റും, ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് പറ്റുന്ന നല്ലൊരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. അവർക്ക് ലിപ് ലൈനർ ഇല്ലാതെ പോകുന്നൊരു നല്ലൊരു ലിപ് ഷെയ്ഡാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ന്യൂഡല്ല, ഇച്ചിരി ഡാർക്ക് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് പറ്റുന്ന നല്ലൊരു ലിപ് ഷെയ്ഡാണ് ഇത്.
ഓൾ സ്കിൻ ടൈപ്പിന് പറ്റും. പക്ഷെ ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഡസ്കി ടു ഡീപ് സ്കിന്നോന്നാണ് ലിപ് ഷെയ്ഡ് കിട്ടാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറയുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഇച്ചിരി കൂടെ ഡാർക്ക് ആയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇത് പോകും കേട്ടോ. ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലും ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കും. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു ഷെയ്ഡ്. അപ്പം ഡെയിലി ബേസിലൊക്കെ ഡാർക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാ. നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് അങ്ങനെ അതിന്റെ ഷെയ്ഡ് പറയാൻ അറിയത്തില്ല. പിങ്കിന്റെയും ബ്രൗണിന്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാ. സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് വന്ന മെബിലിൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ വൈനലിംഗ് റേഞ്ചിലുള്ള ലിപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാണേ. ഇതും ഈ പറഞ്ഞ പോലെ ലോറിയൽ പാരീസ് പോലെ അത്യാവശ്യം നല്ല രീതി സൂപ്പർ സ്റ്റേ ഉള്ള നല്ലൊരു ലിപ്സ്റ്റിക് ആണേ. ഇത് വന്ന് നല്ല രീതിയിൽ ലോങ് സ്റ്റേ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രൈസി ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു വർഷം ഒന്നല്ല, ഒരു 1.5 വർഷം മേലെ ആയിട്ടുണ്ട്. എനിക്കിത് ഈ പറഞ്ഞ പോലെ ഫങ്ഷൻ വെയർ ആയിട്ടാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡെയിലി ബേസിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നല്ല ലോങ് സ്റ്റേ ആണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഫുഡ് കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ ഒന്നും പോവില്ല, മായ്ച്ചാൽ പോലും പോവില്ല. നല്ല രീതി ഉരച്ച് തേച്ച് മായ്ച്ചാലേ ഇത് പോവുള്ളൂ ചുണ്ടീന്ന് കേട്ടോ. അങ്ങനെയുള്ളൊരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്ന് എനിക്ക് ഒരു എന്താ പറയാ, ന്യൂഡവ് അല്ല, എന്നാ അത്യാവശ്യം ബ്രൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വാഷ് ഔട്ട് ആവുന്നില്ല. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷെയ്ഡിനെ കുറിച്ച് അറിയാനൊക്കെ ഉള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഇങ്ങനൊരു റോസ് കൈൻഡ് ഓഫ് ഷെയ്ഡാണേ, ഒരു പിങ്ക് ഒക്കെ പോലെ. നിങ്ങൾക്ക് ലിപ് ലൈനർ ഇട്ടും ഒരു ഡസ്കി സ്കിൻ ടോൺ വരെ ലിപ് ലൈനർ ഇട്ടും ഇടാതെയും വർക്കാവും. ഒരു ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതൊരു ലിപ് ലൈനർ ഇടേണ്ടി വരും, അല്ലെങ്കിൽ വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിത് വാങ്ങിച്ചത് ഒരു 849 രൂപ ആ പ്രൈസിലാണ് കേട്ടോ. ഇപ്പൊ ഒരു 600-ലൊക്കെ ഇത് കിടപ്പുണ്ട് കേട്ടോ. അത് ഈ കുറഞ്ഞ ഒരു 500 രൂപ താഴെ ഇത് കുറയല്ല. ആ റേഞ്ചിലൊക്കെ ആയാൽ നമുക്കിത് കിട്ടുക. പക്ഷെ നല്ല രീതിയിൽ പുറത്താണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ ലോങ് സ്റ്റേ. പിന്നെ ഇതില് ചെറിയൊരു ഗ്ലോസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറെ നേരത്തേക്ക് ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ മേലെ ആ ഗ്ലോസ് നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവുകയെ. കുറെ കഴിഞ്ഞ ആ ഗ്ലോസ് അങ്ങ് ചുണ്ടിൽ നിന്ന് പോവുക. അതുപോലെ തന്നെ ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു 1.5 മണിക്കൂർ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അതുവരെ ഉണങ്ങുന്നിടം വരെ നമ്മൾ ചുണ്ടൊന്ന് മം ചെയ്യുമ്പോൾ, അത് മാത്രമേ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമേ. ചെയ്യുമ്പോൾ ചുണ്ടൊന്ന് ഒട്ടുന്ന പോലെ ഇങ്ങനെ ഒട്ടി, അങ്ങനെ ഒരു ഫീൽ ഉണ്ട്, ഒരു സ്റ്റിക്നെസ് ഉണ്ട്. അല്ലാതെ ഇത് അതർവൈസ് നല്ല കേട്ടോ എല്ലാം കൊണ്ടും. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയൊരു ഗ്ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അടുത്തുനിന്ന് വന്ന് അതേ റേഞ്ചിലുള്ള ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഈ ലിപ്സ്റ്റിക് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഒരു വെള്ളം പോലെ ലിപ്സ്റ്റിക് ഒന്ന് മിക്സ് ആകാത്ത പോലെ തോന്നും. അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതെന്റെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ റേഞ്ചിൽ ഞാൻ ആദ്യം വാങ്ങിച്ച ലിപ്സ്റ്റിക്ക്. അത് കഴിഞ്ഞാണ് ബാക്കി ഞാൻ വാങ്ങിയത്. ഇതുണ്ട്, ഇതെന്റെ തീർന്നു. ഇത് വന്ന് ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണേ. ഇതാ ഇങ്ങനെ ഒരു ഷെയ്ഡാണേ. ഇതിപ്പോ എൻ്റെ തീർന്നിരിക്കുക കേട്ടോ, അതുകൊണ്ട് ഒട്ടും കിട്ടുന്നില്ല. ഉണ്ടെന്നാ ഞാൻ ഓർത്തതേ. ഇത് വന്ന് പിന്നെ ലിപ്പിയിലും ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണ് ചേർന്ന ഒരു ഷെയ്ഡാണ് ഇത്. ഇതൊരു പിങ്ക് ആയിട്ടല്ല, ഒരു റോസും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാ. ഇത് ഈ പറഞ്ഞ പോലെ എനിക്ക് ലിപ് ലൈനർ ഇട്ടോ ഞാൻ ഇടാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ലിപ് ലൈനർ ഇടുമ്പോഴാണ് ഒന്നുകൂടെ സ്യൂട്ട് ആവുന്ന പോലെ തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും. ഈ ഇറസിസ്റ്റബിളിന്റെ ഈ ഷെയ്ഡ് റേഞ്ചിനെ കുറിച്ച് ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ഈ ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഞാൻ റീപർച്ചേസ് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തീർന്നിരുന്നു. അപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാൻ ഉൾപ്പെടുത്താമെന്ന് ഓർത്തു കേട്ടോ. ഇത് ഫയർ സ്കിൻ ടോണിന് ഇത് ഈ ഷെയ്ഡ് ഇങ്ങനെയായിട്ട് ഉണ്ടാവുക. ഇങ്ങനൊരു നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോണിലേക്ക് പോകുമ്പം ഈ ഷെയ്ഡ് ഇങ്ങനെയായിട്ട് ഉണ്ടാവുക. ഇത് ഇങ്ങനൊരു ഷെയ്ഡാണ് കേട്ടോ. ലിപ്പി എന്ന ഷെയ്ഡിലും ഡസ്കി സ്കിൻ ടോണിൽ ഒന്നുകൂടെ പോകുന്നൊരു നല്ലൊരു ഷെയ്ഡാണ് ഇത്. നെക്സ്റ്റ് ആ റേഞ്ചിൽ തന്നെയുള്ള സ്വീറ്റ് ആൻഡ് സോർ എന്ന് പറഞ്ഞ ഷെയ്ഡാണേ. ഇത് വന്ന് ഒരു ചോക്ലേറ്റി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഒരു ക്യാരമൽ ഷെയ്ഡാണ്.
ഇത് വന്ന ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് ലിപ് ലൈനർ ഇല്ലാതെ പോകുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഈ റേഞ്ചിൽ ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഓറഞ്ച് ഒക്കെ പോലെ തോന്നും ആദ്യം, പക്ഷെ ഇതൊരു കാരമൽ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കുന്ന ഡാർക്ക് ഷെയ്ഡാണ്. ഓൾ സ്കിൻ ടോണിന് പറ്റും, പക്ഷെ ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് ലിപ് ലൈനർ ഇല്ലാതെ പോകുന്ന നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ലിപ്സ്റ്റിക്കിന്റെ എല്ലാം ലിപ്പില് സ്വാച്ചസ് കാണാവേ. ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ലിപ്സ്റ്റിക് കളക്ഷൻസ്. ഞാൻ ഇന്ന് കാണിച്ച എല്ലാ ലിപ്സ്റ്റിക്കും ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. ഞാൻ ഇതിനു മുന്നേ മെബിലിൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ വൈനലിങ്ക് റേഞ്ചിന്റെയും മാഴ്സിന്റെയും ലിപ്സ്റ്റിക്കിന്റെ സ്വാച്ചസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർട്ടിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.